ഭാഗ്യം ഒരിക്കലും മടിയന്മാരെ തേടി വീട്ടിൽ വരില്ല, വന്ന് മുട്ടില്ല. ഭാഗ്യത്തിന്റെ വാതിലിൽ മുട്ടുന്നവർക്ക് മാത്രമേ അത് തുറന്നു കിട്ടൂ. ഭാഗ്യത്തിന്റെ വാതിലിൽ മുട്ടണം. റോബിൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ന് ഭാഗ്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മനുഷ്യർക്ക് എങ്ങനെയാണ് ഭാഗ്യം ഉണ്ടാവുന്നത്? ഭാഗ്യത്തോടെ ജനിക്കുവാണോ അതോ ഭാഗ്യം വന്നു ചേരുവാണോ? This video is powered by Medmix. ഷാജി, എല്ലാ പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്നത് നമ്മളൊരു കുറച്ച് ദിവസങ്ങളായി പുതിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ചില സിനിമാ പ്രവർത്തനങ്ങളൊക്കെ ഇടയുടെ പുറകിലായിരുന്നു. വലിയ ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ചോദ്യം തന്നെ അതിഗംഭീരമാണ്. ഭാഗ്യത്തെക്കുറിച്ച്. ഭാഗ്യത്തോടെയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് അതോ ഭാഗ്യം വന്നു ചേരുകയാണോ? രണ്ടാമത് പറഞ്ഞാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാട്ട് ഈസ് ലക്ക് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ലോട്ടറിയൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ വരുന്നതാണ് നമുക്ക് ലക്ക്. നമുക്ക് ലക്ക് എന്ന് പറയുമ്പോൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഭാഗ്യാന്വേഷകത്തിന് പുതിയ ഭാഗ്യവാൻ ആരാണ്? ഈ ഭാഗ്യവാൻ ഭാഗ്യക്കുറി. ഭാഗ്യം എന്നുള്ള വാക്ക് നമുക്ക് അത്രത്തോളം ആഴത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവിചാരിതമായി എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളെയാണല്ലോ നമുക്ക് അവന് ഭാഗ്യം വന്നു ചേർന്നു എന്ന് പറയുന്നത്. അവിചാരിതമായിട്ട് ഒരു ഭാഗ്യക്കുറി അടയ്ക്കുന്നത് ഒരുപക്ഷെ അയാൾ ആ ഭാഗ്യക്കുറി എടുക്കുന്നത് ഭാഗ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നാണ്. അതിനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ 1 മാത്രമല്ലേ ഉള്ളൂ. 10 ലക്ഷം പേര് ഒരു ഭാഗ്യക്കുറി എടുത്താൽ 10 ലക്ഷത്തിൽ 1 ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് യഥാർത്ഥത്തിൽ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് ലക്ക് എന്നും അതെങ്ങനെയാണ് വന്നു ചേരുന്നു എന്നുള്ള പരമ്പരാഗതമായ ധാരണകളെ ഒന്ന് ഉടച്ചു വാർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ. അത്തരം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടല്ലത്. നമ്മളിതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്, അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ഭാഗ്യത്തിൻ്റെ മനഃശാസ്ത്രമുണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട്. പല രീതിയിൽ ഭാഗ്യം നമ്മളെ വന്നു ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ് എപ്പോഴും നമ്മളെപ്പോഴും പരിശോധിക്കണം. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഭാഗ്യം പെട്ടെന്ന് വന്നു ചേരുന്ന ഒന്നല്ല. അതൊരു നിർമ്മിതിയാണോ അതോ യാദൃശ്ചികതയാണോ എന്ന് നമ്മളിപ്പോ പറഞ്ഞു തന്നെ. പെട്ടെന്ന് വന്നു ചേരുന്നതാണോ അതോ നിർമ്മിക്കപ്പെടുന്നതാണോ? യഥാർത്ഥത്തില് മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുക വിധി എന്നാണ്. പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ വിധിക്കുന്നത് വിധി എന്ന് വിളിക്കുക. സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിധി എന്ന് പറയുമോ? ഒരിക്കലും പറയാം. അവന്റെ എന്തൊരു വിധിയായിപ്പോയി അവന് എന്ന് പറയില്ലല്ലോ. എന്തൊരു ഭാഗ്യമായിപ്പോയി, അവന്റെ ഒരു വിധിയായി. അപ്പൊ തന്നെ വികാരമൊക്കെ മാറി അല്ലേ? അപ്പൊ ആ വിജയിക്കുമ്പോൾ അതിന് ഭാഗ്യം എന്ന് വിളിക്കുന്നു. എന്നാൽ ഭാഗ്യം എന്നത് പ്രകൃതിയുടെ ഒരു അദൃശ്യമായിട്ടുള്ള ഒരു പരിപാടിയല്ല, അദൃശ്യകരമായിട്ടുള്ള ഒരു കരമല്ല, പ്രകൃതി ഒരുക്കുന്ന ഒരു കരമല്ലെന്നും മറിച്ച് അത് ശാസ്ത്രീയമായ ഒരു പ്രോസസ്സാണെന്നുമാണ് പറയാൻ ശ്രമിക്കുന്നത്. അതൊരു സയന്റിഫിക് പ്രോസസ്സാണ്. അതെങ്ങനെയാണ് ആ ഭാഗ്യം വന്നു ചേരുന്നത് എന്നുള്ള ഭാഗ്യശാലികളായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ അത് ചെയ്തത് പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും ഈ കഠിനാധ്വാനം കൊണ്ട് നേടുന്ന വിജയങ്ങളെ ഭാഗ്യമായിട്ട് നമ്മൾ പറയാറില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അധ്വാനിക്കാതെ കിട്ടുന്ന സാധനമാണല്ലോ ഭാഗ്യം എന്ന് കൂടുതൽ പറയാറ്. അങ്ങനെയല്ലേ ശരിക്കും? അത് സതീഷ് പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ കഠിനാധ്വാനത്തിനെ തുറന്നുണ്ടാവുന്ന ആ റിസൾട്ടിനെ നമ്മൾ ഭാഗ്യമെന്ന് പറയാറില്ല. യഥാർത്ഥത്തിൽ അവിടെയാണ് ഭാഗ്യം കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഭാഗ്യം എന്നത് കൃത്യമായ തയ്യാറെടുപ്പും അവസരവും ഒത്തുചേരുന്ന ഒരു പോയിന്റാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് ഭാഗ്യം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. എക്സാക്ട്ലി. പക്ഷെ നമ്മൾ അതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഭാഗ്യം എന്ന്. നമ്മൾ ഭാഗ്യത്തിന് പണിയെടുക്കാണ്ട് കിട്ടുന്ന ഒരു സാധനത്തിനാണ് പണിയെടുക്കാൻ സാധനം, വെറുതെ ഇരുന്ന് കിട്ടുന്ന എന്തോ ഒരു സാധനത്തിനാണ് ഭാഗ്യം എന്നുള്ളത് തെറ്റായ ധാരണയാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ ധാരണയല്ല നമ്മുടെ സൊസൈറ്റിയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. അവരുടെ ആ ധാരണയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മടിയനായി പോവല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഈ ഇങ്ങനെ ഒത്തുചേരുന്ന ഒരു പോയിന്റിലാണ് ഈ കഠിനാധ്വാനം, കൃത്യമായ തയ്യാറെടുപ്പും അവസരം ഒത്തുവരുമ്പോൾ ഇത് രണ്ടും കൂടെ അവസരം കൂടെ ഒത്തുവരണം. അത് നോക്കിയിരിക്കും ഇവര്. അതെ അത് ശരിയാണ്. ഈ ശരിക്കും ഒരു റൈറ്റ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. എത്ര അധ്വാനം ചെയ്താലും അതിന്റെ റിസൾട്ട് എടുക്കാനായിട്ട് നമുക്കൊരു ടൈം വേണം. അവിടെ നിൽക്കുമ്പോൾ അവിടെയാണ് ആൾക്കാർ ഇവനെ ഭാഗ്യവാനോ അവൻ ഭയങ്കര ഭാഗ്യവാനുണ്ടോ. ഈ പ്രോസസ് ആരും അറിയുന്നില്ല. ഈ പ്രോസസ് ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ എന്ത് നടന്നു ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഭാഗ്യത്തിന്റെ ഒരു മനഃശാസ്ത്രം പരിശോധിച്ചാൽ, ഞാനിപ്പോൾ അതിനു മുമ്പ് ഭാഗ്യത്തിന്റെ മനഃശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന സതീഷ്, കൂത്താട്ടുകുളം സ്വദേശിയാണ്. സതീഷ് സജീവ് എന്നാണല്ലോ. മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരുപാട് കമ്പനികളിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടില് എൻ്റെ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് അങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് സതീഷ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ സതീഷിനോട് ചോദിച്ചു, സതീഷ് ശരിക്കും എവിടെയാണ് വീട്, എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ? അപ്പൊ അങ്ങനെ ഇതുവരെ ഞാൻ ഇത്രയും കാലം കൂടെ നടന്നിട്ടൊന്നും ചോദിക്കാത്ത ചില ചോദ്യങ്ങളും പറയാത്ത ചില മറുപടികളൊക്കെ സതീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരു ഉച്ചമയക്കത്തിന്റെ ഒരു ചെറിയ അസ്കത എനിക്കുണ്ട്.
പക്ഷെ അതെനിക്ക് ഉറങ്ങാൻ തോന്നാത്ത വിധത്തിൽ ഇയാളുടെ കഥ പറയുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സാധനമുണ്ടല്ലോ, എന്താണ് ഭാഗ്യം എന്നത്? കൃത്യമായ തയ്യാറെടുപ്പും അവസരവും ഒത്തുചേരുന്ന ഒരു ബിന്ദുവാണെന്ന് ഇയാൾ അതാണ് ചെയ്തത്. ഇയാൾ ജീവിതത്തിൽ ഒരു 4-5 ഏരിയയിലൂടെ ഇയാൾ കടന്നുപോയിട്ട് ഞാനിങ്ങനെ കേട്ട് എൻ്റെ ഭാര്യയും ഞാനും കൂടെ ആസ്വദിച്ചു, ശരിക്കും ചിരിച്ചാസ്വദിച്ചു. ആ ചിരി എന്ന് പറയുന്നത് ഇയാളെ ബ്രില്യൻസ് കണ്ടിട്ടാണ്. അപ്പൊ അവിടെ അപ്പം സതീഷ് അതിന്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞു, എല്ലാവരും ഭയങ്കര ഭാഗ്യമായിട്ട് ഞാനിങ്ങനെ കരുതായിരുന്നു, എൻ്റെ ഭാഗ്യമായിരുന്നു, പക്ഷെ നമ്മൾ അതിന്റെ പുറകെ പ്രവർത്തിച്ച പ്രവൃത്തി ആരും കണ്ടില്ല, എൻ്റെ ഭാര്യ ഒഴികെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതാരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗ്യത്തിന്റെ മനഃശാസ്ത്രം നമ്മൾ തേടിപ്പോയി. നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഭാഗ്യത്തിന്റെ സൈക്കോളജിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭാഗ്യം യഥാർത്ഥത്തിൽ പുറത്തു നിന്നല്ല, പകരം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് അത് തുടങ്ങുന്നതെന്ന് പറയുന്നത്. ഇത് പുറത്ത് ലോട്ടറിയുടെ രൂപത്തിലോ മറ്റെന്തെങ്കിലും രൂപത്തിലോ എവിടുന്നോ കയറി വരേണ്ട ഒന്നല്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത്. അവബോധം എന്ന് പറയും. അപ്പൊ ഭാഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെ എപ്പോഴും തന്റെ ചുറ്റുമുള്ള സാധ്യതകളെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തെന്ത് അവസരമാണ് എനിക്ക് എൻ്റെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്ത് അവസരമാണ് കിട്ടാനുള്ളത്, ഞാൻ എങ്ങനെയായിരിക്കും ഈ അവസരത്തെ ഉപയോഗിക്കാൻ പോകുന്നത്, അയാൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവയർനെസ്. ആ അവബോധം ഏറ്റവും പ്രധാനമാണ്. ഈ ഭാഗ്യശാലികൾക്ക് ഈ അവയർനെസ് നന്നായിട്ടുണ്ടാവും. മാർക്കറ്റിനെ നിരീക്ഷിക്കും, മാർക്കറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കും. അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ പോലെ ഷാജിയെ പോലെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള ഒരാളാണെങ്കിൽ ഇറങ്ങുന്ന സിനിമകൾ, അല്ലെ ആ രംഗത്തുണ്ടാകുന്ന കാര്യങ്ങൾ, ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയ്ക്ക്, ടെക്നോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഷാജി ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഷാജി തന്നെ നമ്മളോട് ടെക്നോക്രാറ്റ് എന്ന നിലയ്ക്ക് ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആശയം, ഈ ടെക് സാവികളെ കുറിച്ച്, ടെക്നോളജിയിൽ അഭിരമിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ മൊബൈലിൽ അഭിരമിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചൊരു സംസാരം ഉണ്ടായി. അപ്പൊ US ഒരു വലിയ പഠന റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. ജെൻസി തലമുറയ്ക്ക് ബുദ്ധിയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പുറകോട്ട് പോയിരിക്കുന്നു. വലിയൊരു വിഷയം കേട്ടോ, നമ്മളൊരു മറ്റൊരു വീഡിയോയുമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ പുറകോട്ട് പോയ ഒരു തലമുറയുടെ ആ പുറകോട്ട് പോക്കിന് കാരണം, ബുദ്ധി കുറയാൻ കാരണം എന്ന് പറയുന്നത് അവരുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയതായിട്ടൊന്നും ആലോചിക്കാനൊന്നുമില്ല. അവരൊരു കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളിലോ കണക്കൂട്ടി, നമ്മളൊക്കെ അങ്ങനെ കണക്കൂട്ടിയിരുന്നത്, ആ കണക്കൂട്ടലിന് പോലും ഒരു ബുദ്ധിയുടെ ആലോചനയുടെ ഒരു കാര്യമുണ്ട്. അപ്പം ഈ സമയം MC² എന്ന് നമ്മൾ പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ 4-3-7 എന്ന് നമ്മൾ പഠിച്ചിരുന്നത്, ഇതിന് ബ്രെയിനിന്റെ വികാസത്തിന് അത് വഴിയൊരുക്കിയിട്ടുണ്ട്. ഈ പഴയ കാര്യങ്ങളില്ലേ, കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. വരാൻ പോകുന്ന കാര്യത്തിന്റെ അല്ല. അവിടെ മുഴുവൻ അടുക്കി കിടക്കുന്നത് മുഴുവൻ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളായിട്ട് ഇങ്ങനെ സ്മൃതി എന്ന് പറയുന്ന അതാണല്ലോ. നമ്മുടെ ഭാവിയിലല്ലല്ലോ സ്മൃതി കിടക്കുന്നത്, ഓർമ്മകൾ എന്ന് പറയുന്നത് പുറകിലാണ് കിടക്കുന്നത്. അപ്പൊ അത് കുറഞ്ഞിരിക്കുന്നു, ആ സംവേദനക്ഷമത അവർക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാൻ, ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പല രാജ്യങ്ങളും പല ഉപാധികളും ചെയ്യുമ്പോൾ ഇന്ത്യയും അമേരിക്കയും ഒരു നിരീക്ഷണമാണ്. ഇന്ത്യയും അമേരിക്കയും അതിൽ പരാജയപ്പെട്ടിരിക്കുക. ഈ 2 രാജ്യങ്ങളും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും വെസ്റ്റേൺ കൺട്രീസിലും അതിൽ കർശനമായ നിബന്ധനകളോടെ നിയന്ത്രണം കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ ഷാജി ഉടനെ അതിനൊരു നല്ല ഗംഭീരമായിട്ടൊരു സജഷൻ പറഞ്ഞു. അപ്പോൾ ഉടനെ എൻ്റെ കൂടെ ഇരുന്ന ആൾ പറഞ്ഞു, അയ്യോ അത് സാധ്യമാണോ? സാധ്യമാണ്. കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് ഈസിയായിട്ട്. ഇപ്പോഴത്തെ കാലത്ത് ഷാജിക്ക് ഒരുപക്ഷെ ഷാജി നാളെ മില്ലനെയർ ആവുന്നത് ഈ ഒരു ചിന്ത കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അത് വലിയ സാധ്യതയാണ് ഉള്ളത്. അപ്പൊ ജെൻസി പിള്ളേരൊക്കെ ഇപ്പൊ അത് അവിടെ നിന്ന് മാറി കിടക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ അത് ഈ ഒരു സമയത്ത്, ഈ ലക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ അവബോധം, ഭാഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എപ്പോഴും തന്റെ ചുറ്റുമുള്ള സാധ്യതകളെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊന്നെന്താ, സ്വയം പരാജയപ്പെടുന്ന ചിന്തകൾ, സെൽഫ് സബോട്ടേജിങ് തോട്ട്സ് ഉണ്ട്. ഈ തോട്ട്സ്, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്ത ആളാണ്, ഭാഗ്യമില്ല, അയ്യോ എനിക്കത് പറഞ്ഞിട്ടില്ല, നമുക്കൊന്നും ലക്കൊന്നുമില്ല, അതൊക്കെ വേറെ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. മിക്കവാറും നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ ആൾക്കാരും എൻ്റേത് ഒരു ഭാഗ്യമില്ലാത്ത ജന്മമാണ്. നമ്മളെ പഴയകാല സിനിമകളൊക്കെ അത് വല്ലാതെ ഊട്ടി ഉറപ്പിച്ചിരുന്നു. എൻ്റെ ഭാഗ്യം കെട്ടവളാണ് ഞാൻ എന്ന് നായിക പറയും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഭാഗ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ മസ്തിഷ്കം, അവരുടെ തലച്ചോറ് മുന്നിൽ വരുന്ന വലിയ അവസരങ്ങളെ പോലും അദൃശ്യമാക്കുന്നു. കാണാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. അപ്പം ഷാജിക്കോ അല്ലെങ്കിൽ സതീഷിനോ എനിക്കോ കാണുന്നത് പോലെ നമ്മൾ ഈ അവസരങ്ങളെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്, അവസരങ്ങളെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. കാരണം സെൽഫ് അവയർനെസ് ഉള്ളത് കൊണ്ടും സെൽഫ് ലേണിംഗ് ഉള്ളത് കൊണ്ടും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്കിത് കാണാൻ കഴിയില്ല, അതാണ്. അപ്പോൾ മുന്നിൽ വരുന്ന അവസരങ്ങളെ പോലും അദൃശ്യമാക്കി കളയും.
ഇങ്ങനെ ഇതിനെ ആധുനിക മനഃശാസ്ത്രത്തിൽ പറയുന്നത് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നാണ്. സെലക്റ്റീവ് പെർസെപ്ഷൻ എന്നാണ്. അപ്പൊ ഇതെന്താണ്? ഭാഗ്യം രൂപപ്പെടുന്ന 3 തൂണുകളെ ഉണ്ട്. 3 തൂണുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഭാഗ്യം രൂപപ്പെടുന്ന 3 തൂണുകൾ. ഒന്ന് മൈൻഡ് സെറ്റാണ്, ചിന്ത. ഭാഗ്യം രൂപപ്പെടുന്ന ഭാഗ്യം ഒരു പ്രോസസ്സാന്ന് പറഞ്ഞല്ലോ, ഇതിന് ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വെറുതെ വരുന്നതല്ല ഭാഗ്യം. വെറുതെ കടലിൽ നിന്നും കയറി വരുന്ന, ബൈബിളിൽ കാണുന്ന പോലെ ഒരു കടലിൽ നിന്നും കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്ന സുനാമി പോലെ വരുന്ന ഒന്നല്ല ഭാഗ്യം എന്നാ പറയുന്നത്. സോഫയിൽ കിടന്നാൽ ഭാഗ്യം വരില്ല. കിടക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആലോചിച്ചുകൊള്ളുക, വരും ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചുകൊള്ളുക. ഷായിച്ചേട്ടാ, ശരിക്കും റോബിൻ ചേട്ടൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെയും മുമ്പിൽ ഈ ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് എടുക്കണോ വേണ്ടയോ? എക്സാക്ട്ലി. ശരിക്കും അല്ലെ, നമ്മൾ ലോട്ടറി എടുത്താലല്ലേ അതിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടുമല്ലോ എന്നറിയുള്ളൂ. ലോട്ടറി എടുക്കാത്ത ഒരാള് ഭാഗ്യത്തെ പറ്റി സംസാരിച്ചിട്ട് ഈ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലോട്ടറിയുടെ ഭാഗ്യം മാത്രമാണ്. ഇപ്പം CJ റോയ് സാർ ആണെങ്കിലും മറ്റേ ആ സ്ഥലം ആ ചെറിയ പൈസക്ക് എടുത്തതുകൊണ്ടാണ് ഭാഗ്യം കൊണ്ട് അതിന്റെ ഇരട്ടിയായി പറയാൻ പറ്റില്ല. ലോട്ടറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കർത്താവിന്റെ മുന്നിൽ കപ്പേളെ ചെന്നിട്ട് ഒരുത്തൻ തോമാച്ചൻ ദിവസവും പോയി പ്രാർത്ഥിക്കും, പിന്നെ എന്റെ പൊന്നു കർത്താവെ എനിക്ക് ലോട്ടറി അടിക്കണേ, എന്റെ പൊന്നു കർത്താവെ എന്റെ ലോട്ടറി അടിക്കണേ എന്ന് ചോദിച്ചിട്ട് ഇയാളിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നു. ലോട്ടറി ഒന്നും അടിക്കുന്നില്ല. അപ്പൊ യോസേപ്പ് പിതാവിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണിയേശുവിന്റെ രൂപം ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇയാൾ ദേഷ്യം വന്നിട്ട് അതിന് സബ്ബായിട്ടുള്ള സ്ഥലമാണ്, അപ്പുറത്തേക്ക് മാറിയിട്ട് 2 അടിച്ചിട്ടാ പോയത്. കുറെ നാളായി ഞാൻ പറയുന്നത്, ഞാൻ ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ എറിഞ്ഞാൻ തകർക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന കർത്താവ് ഇറങ്ങി വന്നു എന്നാ പറഞ്ഞത് ദേഷ്യപ്പെട്ടിട്ട്. എടാ, ആദ്യം നീ പോയിട്ട് ലോട്ടറി എടുക്ക്, എന്നിട്ടല്ലേ പിന്നെ ഞാൻ അടുപ്പിക്കുന്ന പരിപാടി എനിക്ക്, ആദ്യം നീ ഒന്ന് എടുക്ക്. അപ്പൊ ഈ പ്രവൃത്തി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വലിയ കാര്യം. അതിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ചിന്ത എന്താണ്? വിജയിക്കും എന്ന ഉറച്ച വിശ്വാസമാണ്. ഞാൻ സക്സസ് ആവുന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ചില മനുഷ്യരുണ്ട്. ഇത് തലച്ചോറിലെ പോസിറ്റീവ് സിഗ്നലുകൾ സ്വീകരിക്കാൻ പാകപ്പെടുത്തുക. പോസിറ്റീവ് സിഗ്നൽസ്, നമുക്ക് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള സാധ്യതകളുടെ പോസിറ്റീവ് സിഗ്നൽസ് ഉണ്ട്. എനർജിയാണല്ലോ ഇതെല്ലാം എനർജിയാണ്. ആ എനർജി, പോസിറ്റീവായിട്ടുള്ള ആ എനർജീനെ, സിഗ്നൽസിനെ പിടിച്ചെടുക്കാൻ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ തലച്ചോറിനും പാകപ്പെടുത്തുന്ന ആ രീതിയാണ് ചിന്താരീതി എന്ന് പറയുന്നത്. മൈൻഡ് സെറ്റ് എന്ന് നമുക്കതിനെ പൊതുവായി പറയാം. അവന്റെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവാണ്. ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന ആളാണ്, നെഗറ്റീവ് മൈൻഡ് സെറ്റാന്ന് പറയും. ഇതാണ്, അത് എനർജിയായിട്ട് ബന്ധപ്പെട്ട. മറ്റത് പ്രവർത്തനം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആക്ഷൻ പാർട്ടാണ്. ഭാഗ്യം ഒരിക്കലും മടിയന്മാരെ തേടി വീട്ടിൽ വരില്ല, ഒരു പ്രയോഗമാണ്. ഭാഗ്യം ഒരിക്കലും ഒരു ചൈനീസ് പഴമൊഴിയാണ്. മടിയന്മാരെ തേടി വീട്ടിൽ വരില്ല, വന്ന് മുട്ടില്ല. ഭാഗ്യത്തിന്റെ വാതിലിൽ മുട്ടുന്നവർക്ക് മാത്രമേ അത് തുറന്നു കിട്ടൂ. ഭാഗ്യത്തിന്റെ വാതിലിൽ മുട്ടണം. ലക്ഷ്മി വരണമെങ്കിൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം. ലക്ഷ്മി ഇങ്ങോട്ടൊന്നും കയറി വരില്ല. ലക്ഷ്മിയെ നന്നായി പൂജിക്കണം. നമ്മുടെ ഹിന്ദു മിത്തോളജിയിലെ ഹിന്ദു സങ്കല്പം അനുസരിച്ച് ചുമ്മാ ഒന്നല്ല. അത് വന്നാൽ മര്യാദക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ, മര്യാദക്ക് അവളെ പൂജിച്ചില്ലെങ്കിൽ, അവളെ പരിപാലിച്ചില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകും. പോയതാ. ഭാഗ്യം വന്നിട്ട് ആ ധനത്തിന് സൂചനയാണ്. വിദ്യ അങ്ങനെയല്ല. വിദ്യ ഒരിക്കൽ വന്നാൽ പിന്നെ എന്ത് ചെയ്താലും പോവില്ല. വിദ്യ അവിടെ തന്നെ ഉണ്ടാവും. വൺസ് ഒരു വിവരം, ഒരു വിദ്യ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. മറ്റേ ലക്ഷ്മി അതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ഷൻ, ആ വാതിലിൽ വന്ന് മുട്ടില്ല, മടിയന്മാരെ തേടി വരില്ല. മടിയില്ലാത്തവരെ, സോഫയിൽ കിടക്കാത്തവരെ തേടിയാണ് അത് വരുന്നത്. ഇനിയെങ്കിലും അത് വരില്ല എന്ന് ഓർത്തുകൊള്ളുക. പിന്നെ എന്നുള്ളത് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയുള്ളവരുടെ പരാജയങ്ങൾക്കിടയിലും പരിശ്രമം തുടരുന്നവർക്ക് മാത്രമേ ലക്കി ബ്രേക്ക് എന്ന അനുഭവിക്കാൻ കഴിയുള്ളൂ. ലക്കി ബ്രേക്ക് എന്ന് പറഞ്ഞൊരു അതിനെ അങ്ങനെ പറയാം, ലക്കി ബ്രേക്ക് എന്നാ പറയാ. അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പരാജയങ്ങൾക്കിടയിലും പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഷാജി ഒരു ചാനൽ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഷാജിയാണ് എനിക്ക് തോന്നുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ കേരളത്തിൽ തന്നെ മെട്രോമാറ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്. എത്ര വർഷം, 20 വർഷത്തോളായിട്ടുണ്ട്. ഷാജി അന്ന് വരുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വിളിക്കുകയും ഇങ്ങനെ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ട് അത് വലിയൊരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ കേരളത്തിലൊരു വലിയൊരു മാറ്റമായിരുന്നു. അപ്പോൾ അതിന്നുമുണ്ട് ആ സ്ഥാപനം. അപ്പൊ അതിനുശേഷം ഷാജി ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് എനിക്കൊരു സംവിധായകനാകണം എന്ന് അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് കുറെ വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ്. പക്ഷെ സ്ഥിരതയുണ്ടായിരുന്നു, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ശ്രമിച്ചുകൊണ്ടിരുന്ന ആ സിനിമയുടെ കഥ ഞാൻ കേട്ടു. അതിപ്പോ എനിക്ക് 1 ആഴ്ച കൂടെ വർക്കുള്ളൂ. അതിന് കഥ കേട്ടു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥ കേട്ടോ. ഭയങ്കര എന്നുള്ള വാക്ക് പറയാൻ പാടില്ല, ഭയത്തെ അങ്കുരിപ്പിക്കുന്നതെന്നാണ്. നല്ല അതിമനോഹരമായ കഥ, അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. മോഡേൺ ആണ്. അത് മാത്രമല്ല, ഷാജി വെറുതെ ഇരിക്കുന്നില്ല. ചേട്ടാ, അതിനെയും വർക്ക് തീരാനുണ്ട്, അത് തീരും. അത് ചെറിയ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് കുറച്ച് ഡോക്യുമെന്ററികൾ ചെയ്യാൻ തീരുമാനിച്ചു. ഷാജിക്ക് ഇപ്പോൾ ഡോക്യുമെന്ററി ചെയ്തു.
ആ ഡോക്യുമെന്ററികൾക്ക് അവാർഡ് കിട്ടി. മിനിങ്ങാന്ന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പാലക്കാടായിരുന്നു. അപ്പൊ ഈ യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ടുള്ള പ്രവൃത്തി സതീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് റിസൾട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണ് ലക്കി ബ്രേക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഭാഗ്യത്തെ നമ്മുടെ ആശയവിനിമയ പാഠവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാം. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനുമായിട്ട്, എൻ്റെ ഒരു ഏരിയ ആണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിട്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല തന്നെ. അപ്പോൾ അത് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ട് ഭാഗ്യത്തെ ബന്ധപ്പെടുത്തുമ്പോൾ നെറ്റ്വർക്കിംഗ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നെറ്റ്വർക്കിംഗ്. ഭാഗ്യമുള്ളവർ എന്ന് നമ്മൾ വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ സംസാരിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിവുള്ളവരാണ്. അസാമാന്യമായ കഴിവുള്ളവരാണ് മറ്റുള്ളവരുമായി നെറ്റ്വർക്കിംഗ് സ്ഥാപിക്കാൻ. ഈ ഭാഗ്യശാലികളെ നമ്മൾ അവരെ സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളുണ്ട്. ആ സ്ഥിരമായി വരുന്ന ആളുടെ പേര് മിറാജ് എന്നാണ്. മിറാജ് കൽക്കട്ടയിലെ ഹൗറ സ്വദേശിയാണ്. അയാളുടെ ജോലി സ്റ്റിച്ചിങ് ആണ്. എൻ്റെ വൈഫിന് പിന്നെ സിയാമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ബോട്ടിക്കുണ്ട്. അപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തേക്കുള്ള ആൾക്കാർക്ക്, വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഈ വലിയ പിന്നെ ഒക്കേഷൻസ് ഒക്കെ, അവരുടെ വലിയ ഫംഗ്ഷനുകളൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്യണം. അപ്പം നമ്മളിവിടുത്തെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളെക്കാൾ നല്ല ഭംഗിയായിട്ട് അസാമാന്യ പാടവത്തോടെയും ഈ നോർത്ത് ഇന്ത്യക്കാർ ചെയ്യും. പ്രത്യേകിച്ച് ഈ കൽക്കട്ടയ്ക്കുള്ള ആൾക്കാർ. അവർ വലിയ കഴിവാണ് അവന്മാർക്ക്. അപ്പോൾ അതിൽ വന്ന ഈ മിറാജ് രാത്രിയും പകലുമില്ലാതെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ മിറാജിന്റെ കഥ കേട്ടു. ഈ മിറാജിന്റെ കഥ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്. മിറാജിന്റെ കഥ എന്ന് വെച്ചാൽ, മിറാജ് ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് അയാൾ ഹൗറയിലുള്ള അയാളുടെ ഒരു ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു. അത് തകർന്നുപോയി, പൂട്ടിപ്പോയി. അപ്പോൾ ഇയാളുടെ അച്ഛന്, ഫാദറിന് മുസ്ലിങ്ങളാണ് ഇവര്. അപ്പോൾ ഇവര് അച്ഛന് സ്റ്റിച്ചിങ് ഉണ്ട്, ചെറിയൊരു സ്റ്റിച്ചിങ് കട. മിറാജ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കല്യാണം കഴിച്ച ഉടനെയാണ് മിറാജ് ആകെ തകർന്നു. അപ്പോൾ ഇയാൾ കേൾക്കുന്നത്, ഈ നാട്ടിലുള്ള പല ആൾക്കാരും കേരളം എന്ന സ്ഥലത്തേക്ക് ഇടയ്ക്ക് ജോലി തേടി പോകുന്നുണ്ട്. ആരോടും പറഞ്ഞില്ല, ഒരാളോടും പറയാതെ ഒരു ബാഗ് എടുത്തിട്ട് അവിടെ നിന്നും കൽക്കട്ടയിൽ നിന്നും തീവണ്ടി കയറി, ട്രെയിൻ കയറിയിട്ട് ഈ നമ്മളെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു യാത്രയ്ക്കൊടുവിൽ. ഭാഷ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. എന്താ പറയുക, അവിടുത്തെ ഹിന്ദി അറിയാം, ബംഗാളി അറിയാം, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഇയാൾക്കറിയാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നെറ്റ്വർക്കിംഗ്. ഈ ആളുകളോട് പവർ ഓഫ് ആസ്കിങ്, ചോദിക്കുക എന്ന കലയിൽ ഇയാൾ അസാമാന്യമായ ശേഷിയാണ്. ചുമ്മാ ചോദിക്കുകയാണ്. ഭാഷ അറിയാതെ ഹിന്ദിയിലും പിന്നെ ബംഗാളിലൊക്കെ ആദ്യം ചോദിച്ചത്. പിന്നീട് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറയാം, ആദ്യം ബംഗാൾ ചോദിച്ചു, പിന്നെ ഹിന്ദി ഇവർക്ക് അറിയുമെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദി അറിയും. ഓരോന്നും വഴി ചോദിച്ച് അത് ചോദിച്ചു, ജോലി ചോദിച്ചു, അവിടെ ചോദിച്ചു, ഇവിടെ ചോദിച്ച് വന്ന് 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ ഒരു മാസം ഉണ്ടാക്കുന്നുണ്ട്. പവർ ഓഫ് ആസ്കിങ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ടൂളാണ്. പവർ ഓഫ് ആസ്കിങ്. ചോദിക്കുക എന്ന കലയിൽ പ്രാവീണ്യം നേടുക എന്നതാണ് ഈ ആസ്കിങ്. ഇപ്പോൾ ബൈബിളും ഖുറാനൊക്കെ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെയാണ് ഈ ഭാഗ്യശാലികളൊക്കെ ഈ ചോദിക്കുന്ന കലയിൽ അസാമാന്യ പാഠമുള്ള ആളുകൾ. ചോദിക്കൂ, നിങ്ങൾക്ക് ലക്ക് വരും. ഓരോ സക്സസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള ഓരോ സ്റ്റോറീസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റർവ്യൂവിന് വിജു സാറുമായിട്ട്, സിന്തൈറ്റിന്റെ വിജു സാറ്, അന്ന് ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് സംസാരിച്ചത് മാത്രമാണ് ഇന്നത്തെ സിന്തൈറ്റ് തിരിച്ചു വന്നതെന്നുള്ള ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് വലിയ കടന്നുകയറ്റമായിരുന്നു അല്ലേ? അപ്പൊ ആ കടന്നുകയറ്റത്തിൽ ഇപ്പൊ ഞാൻ പറയും, ഞാനിപ്പോ വായിച്ച ഇപ്പം നമ്മുടെ അൽഫോൻസ് കണ്ണന്താനം, അദ്ദേഹത്തിന്റെ പിന്നെ മാറ്റത്തിന്റെ മണിമുഴക്കം എന്ന അങ്ങനെ എന്തോ ആണ് ആ പുസ്തകത്തിന്റെ പേര്. അതേ ഒരുപാട് അത്തരത്തിലുള്ള ലോകത്തെ മാറ്റിയ മനുഷ്യരെ കുറിച്ച് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും ഓർക്കുന്ന, ഞാൻ എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. റീത്ത സിംഗ് എന്നാണ് അവളുടെ പേര്. അവള് ഒരു പൈലറ്റിന്റെ ഭാര്യയാണ്. അപ്പം ഡൽഹിക്കടുത്ത് ഹാംപൂർ എന്ന സ്ഥലത്ത് അവർക്ക് ഒരു ചെറിയ കൃഷിയിടമുണ്ട്, കരിമ്പും തോട്ടം. അവിടുത്തെ കൃഷിക്കാർ കാണുന്നത് ഈ കരിമ്പും തോട്ടത്തിലേക്ക് ട്രാക്ടറും ഓടിച്ചുകൊണ്ട് ഒരു ചെറിയ നല്ല ഭംഗിയുള്ളൊരു 6 വയസ്സുകാരൻ പയ്യനെയും കൊണ്ട് തീവ ഭംഗിയുള്ള പെൺകുട്ടിയാണ്. ഇവള് വന്നിട്ട് ട്രാക്ടറൊക്കെ ഓടിച്ചു വന്നിട്ട് ഇവർ ഈ കരിമ്പും കയറ്റിയിട്ട്, കരിമ്പ് ആട്ടുന്ന മറ്റേ പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്ന ചെറിയ മില്ലുണ്ട്, കട്ട് ചെയ്യാനൊക്കെ ഉള്ള മില്ലുണ്ട്. ആ മില്ലിലേക്ക് ചെളിയിലൊക്കെ പുരണ്ട് തലയിൽ കിട്ടൊക്കെ കെട്ടി ഈ സ്ത്രീ ഇങ്ങനെ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഇവർ കാണാം. വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്. ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ആക്ഷൻ പാർട്ടാണ് ഈ പറയുന്നത്. ഭാഗ്യം വന്ന വഴിയായി ഞാൻ ഈ പറയാൻ പോകുന്നത്. അങ്ങനെ ഇവരിങ്ങനെ ഇതാണ് ഇവരുടെ നേച്ചർ. ഒരു ദിവസം ഭർത്താവിൻ്റെ ഈ ഫ്ലൈറ്റ് പൈലറ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ജർമ്മനിയിലെ ഫ്രാൻസിന്റെ ലുഫ്താൻസ
എയർലൈൻസിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജർമ്മനിയിലെ ലക്സംബർഗിലേക്ക് ഒരു ഫ്രീ ടിക്കറ്റ് എടുത്തിട്ട് ഇവർ ഫ്രീ ട്രിപ്പ് പോവുക. ഇവരൊറ്റയ്ക്കാണ്, മകനില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. ഭർത്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, ഫ്രാൻസിലേക്കാണ് ഇവർ പോകുന്നത്. ഈ പോകുന്നതിനിടയ്ക്ക് ഇവർക്ക് ജർമ്മനിയിൽ ഇറങ്ങിയിട്ട് മാറിയാണ് പോകേണ്ടത്. ഈ പോകുന്നതിനിടയ്ക്ക് ഇവരുടെ ഒപ്പം അപ്പുറത്തിരിക്കും ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവള് തട്ടിവിട്ടു, എക്സ്പോർട്ടിംഗ് എന്ന്. എന്താ എക്സ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എന്തോ എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എവിടെ സ്ഥലം? ഇന്ത്യയിലാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം, ഇയാൾ ഫോറിനറാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്ത്യയിൽ ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു വസ്തുവുണ്ട്, തപ്യോക്ക എന്നാണ് അതിന് പേര്. ആഫ്രിക്കയിലൊക്കെ ധാരാളം ഉണ്ടത്, ബ്രസീലിയൻ ഒരു സംഗതിയാണ്. അപ്പോൾ അത് കേട്ടിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് അത്ര വലിയ പിടി. യെസ് എന്ന് ഇവർ പറഞ്ഞു, എല്ലാം ഓക്കെ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കുറച്ച് അധികം വേണം, അതൊന്ന് സംഘടിപ്പിച്ചു തരണം. കാർഡൊക്കെ വാങ്ങിച്ചു. ബിജു സാറിന് കാർഡ് കിട്ടിയ പോലെ ഇവർ തിരിച്ചു പോയി. ഹസ്ബൻഡിൻ്റെ അടുത്ത് തിരിച്ചു വന്നു. നാട്ടിൽ വന്നിട്ട് ഈ കാർഡ് കണ്ടു, അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോൾ ഒരു ഡൽഹിയിലുള്ള ഒരു മലയാളി സുഹൃത്ത് പറഞ്ഞു, തപ്പിയോക്ക എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് കിഴക്കൻ മലയോരങ്ങളിൽ അവിടുത്തെ സെറ്റിലേഴ്സ് അവർ കൃഷി ചെയ്യുന്ന അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് കായ്ക്കുന്നതൊന്നുമല്ല, ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. ഇവരോട് ആരാ പറഞ്ഞത് മുകളിൽ കായ്ക്കുന്ന എന്തോ ആണെന്ന്. അപ്പോൾ അത് അല്ല, പയറുവർഗ്ഗമല്ല, അത് കിഴങ്ങ് വർഗ്ഗമാണ്. ഉടനെ അവർ കേരളത്തിലെത്തി കിഴക്കൻ മലയോരങ്ങൾ സന്ദർശിച്ച് കുറേയധികം ടൺ കണക്കിന് തപ്പിയോക്ക മറ്റേ ആളെ വിളിച്ചു. അപ്പോൾ എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ കൊച്ചി തുറമുഖത്ത് ഇത് കയറ്റി അയക്കുന്നതിൽ ചില തകരാറുകളുണ്ടായി, പരിചയക്കുറവുണ്ട്, തകരാറുണ്ടായി. ഇത് മുഴുവൻ കറുത്തുപോയി, കപ്പ ചീഞ്ഞു പോയി, കേടായിപ്പോയി. ഭയങ്കര ഭീകരമായ നഷ്ടമായി. ഇവിടെയാണ് ഭീകരം എന്ന വാക്ക് ചേരുന്നത്. ഭീകരമായ നഷ്ടമുണ്ടായി. പക്ഷെ ഇവർ വിട്ടില്ല. ഈ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന സാധനമില്ലേ, അവർ വിട്ടില്ല. അവർ പുതിയ മേഖലകളിലേക്ക് കടന്നു. ഇന്നുണ്ടല്ലോ റീത സിംഗിന്റെ സ്ഥാപനമാണ് ഇന്ത്യയിൽ ഹെലികോപ്റ്റർ പൈലറ്റ് ലൈസൻസിങ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം. മെഡിസിൻ രംഗത്ത് വലിയ സ്ഥാപനങ്ങളുണ്ട്. മെസ്കോ, നമ്മളിരിക്കുന്ന കസേര കണ്ടിട്ടില്ല, മെസ്കോ എന്ന് പറഞ്ഞ കസേര, അതൊക്കെ അവരുടെ പ്രോഡക്റ്റാണ്. വലിയ സംരംഭകയാണ്, വ്യവസായ പ്രമുഖയാണ് അവര്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ആ ഒരു തട്ടിവിടലാണ്, എന്തും കയറ്റുമതി ചെയ്യും എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അവസരങ്ങളെ നെറ്റ്വർക്കിങ്ങിൽ നന്നായിട്ടുണ്ട്. അവസരങ്ങൾ സൃഷ്ടിക്കും ഇവര്. കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കാനും അതുവഴി പുതിയ തൊഴിലും ബിസിനസ്സും അവസരങ്ങളും ഭാഗ്യം പോലെ നേടിയെടുക്കാനും അവർക്ക് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ ബിജു സാറിന്റെ കാര്യത്തിലാണെങ്കിലും ഈ റീത സിംഗിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ഭാഗ്യം പോലെ എന്ന് പറയില്ലേ. വിസാർ അന്ന് നമുക്ക് മുന്നിൽ ഇരുന്ന് സംസാരിച്ചത് ഭാഗ്യം എന്ന് പറയട്ടെ, ആ ഡീൽ ഓക്കെ ആയി എന്നാ പറഞ്ഞത് അല്ലേ. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നില് അദ്ദേഹത്തിന്റെ ആ നെറ്റ്വർക്കിങ്ങിനുള്ള ആ ഒരു എന്തൂസിയാസമാണ്, അതിനുള്ള ഒരു അതിനുള്ള ഇറങ്ങിപ്പുറപ്പെടാനുള്ള. അദ്ദേഹം ശരിക്കും ഇത് വിൽക്കാൻ വേണ്ടിയാണ് പോയത്. പോയപ്പോ ഒരു പരാജയം ഉണ്ടായി. ആ പരാജയത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് വിജയം ഉണ്ടായത്. വലിയ പരാജയം ഉണ്ടായത്. എന്നിട്ടും വിട്ടില്ല, ആക്ഷൻ പാർട്ട് വിട്ടില്ല. അപ്പോൾ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അവർ നേടിയെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ സാരം എന്താണ്? ഇത് പറയുമ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇതിന്റെ സാരം എന്താണ് ഷാജി? ഭാഗ്യം എന്നതൊരു അത്ഭുതമേ അല്ല, ഒരിക്കലും ഇതൊരു വണ്ടർ അല്ല. അതാണ് എപ്പോഴും ആലോചിക്കേണ്ടത്. അത്ഭുതം എന്ന് പറയുന്ന സാധനം ലോകത്തില്ല. അത്ഭുതമൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. അതിനൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശമുണ്ട്, എല്ലാറ്റിൻ്റെയും പിറകിലുണ്ട്. നമ്മളിപ്പം ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളില്ലേ, അന്ധവിശ്വാസങ്ങളെ വെറും അന്ധവിശ്വാസം മാത്രം പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല. അതിനൊക്കെ പുറകിൽ സയൻസ് ഉണ്ട്, ആ സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവുക. ഇവിടെ ഈ പറയുന്ന ഭാഗ്യം എന്നത് അത്ഭുതമല്ലെന്നും മറിച്ച് നമ്മുടെ മനോഭാവത്തിന്റെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെയും നമ്മുടെ പ്രവൃത്തിയുടെയും സ്വാഭാവികമായ ഒരു പരിണിത ഫലമാണ്, ഒരു അനന്തര ഫലമാണ്. നമ്മൾക്കൊരു ആറ്റിറ്റ്യൂഡ്, ഈ ആറ്റിറ്റ്യൂഡുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രവൃത്തി ചെയ്യുന്നു, അതുകൂടെ ചേർന്നിട്ടുണ്ടാകുന്ന അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്. താൻ നിർഭാഗ്യവാനാണെന്ന് പരാതി പറയുന്നതിന് പകരം ഭാഗ്യം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം സ്വന്തം കൈകളിൽ ഏറ്റെടുക്കാൻ ഭാഗ്യ അന്വേഷികളോട് നിർദ്ദേശിക്കുകയാണ് ഞാൻ. അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. അപ്പോൾ റോബിൻചേട്ടൻ ശരിക്കും പറഞ്ഞു വരുന്നത് സക്സസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സക്സസ് ആവുന്ന ഒരു അവസ്ഥയെ ഭാഗ്യം എന്ന് പറയാം അല്ലേ. പക്ഷെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമത്തിന്റെ റിസൾട്ട് ആണോ ഭാഗ്യം? റിസൾട്ടാണ് ഭാഗ്യം. എപ്പോ വേണമെങ്കിലും വരാം. ബാഡ് ലക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സക്സസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പരാജയങ്ങൾ അല്ലെങ്കിൽ ബാഡ് ലക്ക് എന്ന് പറഞ്ഞൊന്നുമില്ല അല്ലേ. ശ്രമിക്കുന്നവർക്ക് മാത്രമേ ബാഡ് ലക്ക് ഉണ്ടാവുള്ളൂ. അതെ, ബാഡ് ലക്ക് ശ്രമിക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ. വരുന്ന എപ്പിസോഡുകൾ അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രോസസ്? ബാഡ് ലക്ക് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നിലുള്ള ഒരു പ്രോസസ് മാത്രമാണ്, ആക്ഷൻ പാർട്ട് മാത്രമാണ്, അതിനുശേഷം വരുന്ന ഒന്നാണ്. സക്സസിലേക്കുള്ള യാത്രയില്
സക്സസ് എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അതിന് ഭാഗ്യം എന്ന് പറയാം. അതൊക്കെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഞാനൊരു കുടിയേറ്റ ഗ്രാമത്തിൽ, കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ കോടഞ്ചേരി എന്ന് പറഞ്ഞ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ്. ഒരുപാട് കിലോമീറ്റർ നടന്നിട്ട് വേണം എനിക്ക് പിന്നെ മെയിൻ റോഡിലേക്ക് എത്താൻ, ബസ് കിട്ടുന്ന റോഡിലേക്ക് എത്താൻ. അങ്ങനെ പോയി നടക്കുമ്പോൾ പോലും സിനിമ കണ്ട് എൻ്റെ നാട്ടിലാണെങ്കിൽ സിനിമയും സംബന്ധിച്ച് ബന്ധപ്പെടാൻ ഒരാൾ പോലും ഇല്ല. ഒരു പക്ക കുടിയേറ്റ ഗ്രാമം. അവിടെ എങ്ങനെ സിനിമക്കാർ ഇപ്പൊ പോലും അവിടെ എൻ്റെ നാട്ടിൽ നിന്നൊരു എഴുത്തുകാരനില്ല. എൻ്റെ നാട്ടിൽ നിന്ന് അവിടെ സ്വർഗത്തിലെ അപ്പച്ചനെ പോലെ, ജോമോളെ പോലെ, അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ പോലെ, നിർമ്മാതാക്കൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഹരിഹർ സാറും ഐ ശശിയൊക്കെ പോലുള്ള ആളുകളൊക്കെ ആ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു എഴുത്തുകാരനില്ല. ഇവരൊക്കെ ശശി, ഹരിഹർ സാറൊക്കെ അവിടെ നിന്ന് വിട്ടിട്ട് അവർ ചെന്നൈയിലേക്ക് പോയ ആ സമയത്ത് എങ്ങനെ എവിടേക്കൊക്കെ എത്താൻ കഴിയുമെന്ന് അന്വേഷിച്ച് നടന്നിട്ടുള്ള ഈ ഭാഗ്യാന്വേഷണി. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എനിക്ക്. സിനിമ കണ്ടുകൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിച്ചുകൊണ്ട്, എൻ്റെ ചിന്തയിൽ മുഴുവൻ സിനിമ മാത്രമായിരുന്നു, ആറ്റിറ്റ്യൂഡ്. പിന്നീട് അതിൻ്റെ മുകളിൽ ആക്ഷൻ എടുത്തു. എന്താണ്? എഴുത്ത്, വായന, പുസ്തകങ്ങൾ, അതിനുവേണ്ടിയുള്ള കണ്ടന്റുകൾ ഒക്കെ ഇങ്ങനെ സ്വാംശീകരിച്ചെടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ സ്വാഭാവികമായ ഒരു അനന്തരഫലം മാത്രമാണ് ഞാനൊരു എഴുത്തുകാരനായി, തിരക്കഥാകൃത്തായി, സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഒരു രചയിതാവായി മാറിയത്. റോബിൻചന്ദ്രൻ, ഒരു കാര്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സംവിധായകനും എഴുത്തുകാരനുമായതിനു ശേഷം എങ്ങനെയാണ് സംഗീത സംവിധാനം എന്ന് പറയുന്ന ലെക്കിലേക്ക് എത്തിയത്? അല്ല, അവിടെയും ഈ പ്രോസസ് ഉണ്ട്. പിന്നെ സതീഷേ, ഇപ്പം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മാവൻ തരക്കേടില്ലാത്ത പാട്ട് പാടുന്ന ആളാണ്. അമ്മാവിൻ്റെ മകൻ സംഗീത അധ്യാപകനാണ്, പ്രൊഫസറാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത നിഘണ്ടു എഴുതുന്നത്. മലയാളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത നിഘണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് സുനിൽ കുമാർ എന്ന അവൻ്റെ പേര്, സുനിൽ, VT സുനിൽ എന്ന് പറയും. ഒരു സിനിമയ്ക്ക് അയാളും സംഗീതം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ നമ്മളെ അത് സഹായിച്ചിരുന്നു. ഇപ്പൊ അമ്മയൊക്കെ പോലുള്ള ആളുകളെയൊക്കെ അമ്മ ഒക്കെ നന്നായി പാടും. അമ്മാവനൊക്കെ, ബാബുരാജനൊക്കെ പോലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് നാടകത്തിലൊക്കെ. നെല്ലിക്കോട് ഭാസ്കരൻ, അത് പഴയ ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ ഈ സംഗീത അന്തരീക്ഷമുണ്ട്. അപ്പൊ ഉള്ളിൽ ഇതുണ്ട്. അപ്പൊ അത് ആക്ഷൻ പാർട്ടിലേക്ക് മാറിയപ്പോൾ പതുക്കെ പാട്ടൊക്കെ പാടി തുടങ്ങി. അപ്പൊ പലപ്പോഴും എന്നെ പാട്ടൊക്കെ പാടുന്ന സമയത്തൊക്കെ എന്റെ ചേച്ചി, ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മകള്, ഇരിയണവിടെ മിണ്ടിപ്പോറെ നിന്റെ പാട്ട് എന്ന് പറഞ്ഞ് അടിച്ചൊതുക്കി. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, ഞാൻ എന്തെങ്കിലും ഒരു പാട്ടുകാരനാവും, അല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടിക്കുന്ന ഒരാളാവും. ഞാൻ പിന്നെ പാട്ട് പാടിച്ചില്ലേ? അതെ. ഒരു ജിംഗിൾ ഉണ്ടല്ലോ, ചിക്കിങ്ങിന്റെ ജിങ്കിള്. ആ ലക്ക് വന്ന വഴി എന്ന് പറയാമോ? ആ ലക്ക് വന്ന വഴി ഇതേപോലെ തന്നെയാണ്. ഈ ലക്ക് വന്നത് ഇതേപോലെ ഒരു ദിവസം വെറുതെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ പിന്നെ ഒരു മ്യൂസിക്കലായിട്ടുള്ള ഒരു നോട്ട് വന്നു. ആ നോട്ട് വന്നപ്പം ഇത് ചിക്കിങ്ങിന്റെ ബോർഡ് എന്തോ കാണും എന്തോ ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ചിക്കിങ് എന്നുള്ള സാധനത്തിൽ ചിക്കി എന്നുള്ള സാധനം വെറുതെ ഉണ്ടാക്കി. അന്ന് ഞാനത് ഗിരീഷ് പുത്തഞ്ചേരി ഇരിക്കുമ്പോഴാണ് ഉള്ള സമയത്താണ്. ഗിരീഷിന്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, സ്വാമി ഞങ്ങൾ വിളിക്കാം, ഇങ്ങനെ ഒരു സാധനം കൊള്ളാമടാ എന്ന് പറഞ്ഞു എന്നോട്. ഇത് കൊള്ളാമടാ, ഇതിന്റെ സൗണ്ടിങ് കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പിന്നെ ഈ സാധനം റെക്കോർഡ് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു, ചെറുതാണ്, എനിക്ക് വേണ്ടി. ആ റെക്കോർഡ് ചെയ്തിട്ട് അത് പിന്നെ ഒരു ഫ്രണ്ട്, ഒരു അഡ്വർടൈസിംഗ് രംഗത്തെ ഒരു പിന്നെ അരുൺ ഗണപതി മാത്യു, അയാളിപ്പോ കാനഡയിലാണ്. അയാള് അരുൺ ഗണപതി, നല്ല രസമുള്ള ഒരു ഡിഫറെന്റ് കോമ്പിനേഷനാണ്. അപ്പൊ ഗണപതി പ്ലാക്കിൽ നിന്ന് വെച്ചാണ് അയാളുടെ വീട്ടുവരും തോന്നുന്നു. അപ്പൊ അങ്ങനെ അരുൺ ഇത് കാണുകയും അരുണ് ഇത് മൻസൂർക്കൊക്കെ അയച്ചു കൊടുക്കുകയും അത് മൻസൂർക്കൊക്കെ ഇഷ്ടപ്പെടുകയും മൻസൂർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യും. പിന്നീട് മൻസൂർക്കയുടെ കൂടെയുള്ള ഒരു പിന്നെ സജീവ് ഹനീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഫിലിം മേക്കർ ഉണ്ട്. അയാൾ അത് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് പക്ഷെ വലിയ ഹിറ്റായി മാറി. അല്ല, ഈ മൻസൂർക്ക് ചെയ്യണമൊക്കെ ഹിറ്റാണല്ലോ. അപ്പൊ ഈ ഒരു കണ്ടെത്തലിന് ശേഷം ഇപ്പൊ തന്നെ കാല് പിടിക്കാന്ന് പറഞ്ഞിട്ട് മലയാളിനെ കൊണ്ട് കാല് പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മൻസൂർക്ക് എപ്പോ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, എടാ ഞാനിപ്പോൾ ആഫ്രിക്കയിലെ ഈ രാജ്യത്താണ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് അടുത്തുള്ള വേറൊരു സ്ഥലത്താണ്. ഇവിടെയൊക്കെ ഞാൻ നമ്മളെ ബിസിനസ് സൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറയും. എന്നിട്ട് അവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ 20% ഇവന് കൂടി അർഹതപ്പെട്ടതാണ്. കാരണം ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് ജിങ്കിൾ. അത് മൻസൂർക്ക് വളരെ സന്തോഷകരമായിട്ട് അങ്ങനെ തരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, സന്തോഷത്തിൽ പറയും. ഇപ്പോഴും ആ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെയാണ് എൻ്റെ പ്രണയത്തിൻ താജ്മഹൽ എന്ന പാട്ടും ഉണ്ടായത്. അപ്പം അത് സംഭവിക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഈ സാധനം കിടക്കുന്നുണ്ട്. അതൊരു സമയത്ത് അത് പുറത്തു വരുന്നു. അപ്പോൾ നമ്മൾ ഭാഗ്യവാനായ ഒരു സംഗീത സംവിധായകൻ. ഈ ജിങ്കിളിന്റെ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ 3 പില്ലറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഭയങ്കര എളുപ്പമായിരിക്കും. നേരത്തെ ഏത് 3 പില്ലറാണ് ഇപ്പൊ ഈ പറഞ്ഞ?
ഭാഗ്യം വരുന്ന പില്ലറുകളുണ്ടല്ലോ. ആ ഭാഗ്യം വരുന്ന പിള്ളേരുടെ അടിസ്ഥാനപരമായ പില്ലർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച പില്ലറുകൾ അല്ലേ? ഈ ജിങ്കിൾ അതെ, ഇതിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ഇപ്പൊ റോബിൻ ചാണ്ടിന്റെ ഭാഗ്യം വന്നത് അത് ചെയ്തു. അല്ല, അത് നമ്മൾ ആ പില്ലറുകൾ നമ്മൾ ആദ്യം ഒരു ചിന്ത വരും, ഒരു ചിന്ത. അല്ല, നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. ഒന്ന് ബൻസുർക്കയുടെ രീതിയിൽ ചിന്തിക്കാം. ബൻസുർക്കയ്ക്ക് നല്ലൊരു ജിങ്കിൾ വേണം, അത് വന്ന വഴി വേറെ. അല്ല, അവിടെയാണ് മൻസൂർക്ക് നല്ലൊരു ജിങ്കിൾ വേണം എന്ന് പറയുന്ന സാധനമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് എനിക്കൊരു ജിങ്കിൾ വേണം, എനിക്കൊരു എന്തോ ഒരു സാധനം ആവശ്യമുണ്ട്, അങ്ങനെ ആവശ്യമുള്ളപ്പോഴാണല്ലോ ഇത് കാണുമ്പോഴാണല്ലോ അദ്ദേഹം പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പൊ അത് വരുമ്പം എന്റെ ചിന്തയിൽ 3 തൂണുകളിലൊന്നും എന്റെ ചിന്തയിൽ ഇങ്ങനെ ഒരു സാധനം ജനിച്ചു. ആ സാധനം ജനിച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ ആക്ഷൻ നടത്തി, പ്രവർത്തനം നടത്തി, റെക്കോർഡ് വെച്ചു. എന്നിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ആ സാധനം തന്നെ എത്തേണ്ട ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധനം ചെയ്തപ്പോ ഇതേ ചിന്തയുമായി അരുൺ ഗണപതി മാത്യു അപ്പുറത്തുണ്ട്. അയാൾ വന്നു ചേർന്നു, ഇത് അട്രാക്ട് ചെയ്തു. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ചിന്ത. ഈ പോസിറ്റീവ് ചിന്ത എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നു. എന്റേതും അരുണിന്റേതും ഈ പറയുന്ന മറ്റേ മൻസൂർക്കുടെയും ഇവിടെ സജീവ് ഹനീഫിന്റെയും എല്ലാവരുടെയും കൂടെ ആ ചിന്ത സെർച്ചിങ് അതങ്ങോട്ട് ആ നെറ്റ്വർക്കില്ലേ, ആ തോട്ട് നെറ്റ്വർക്കില്ലേ, അതങ്ങോട്ട് അലൈൻ ചെയ്യപ്പെട്ടു. ഈ അലൈൻ ചെയ്യപ്പെടുന്ന സ്ഥലത്താണ് ഒരു പ്രോഡക്റ്റ് ജനിക്കുന്നത്. എവിടെ തുടങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ജിങ്കിൾ ഉണ്ടാക്കി സ്വാമിയെ വിളിക്കുന്നു, കൊള്ളാമടാന്ന് പറയുന്നു. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഈ ഭാഗ്യം വരത്തില്ല. അപ്പൊ സിനിമയുടെ കാര്യം അതല്ലേ ഷാജി? സിനിമയിൽ ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം ഒരു തോട്ട് ഉണ്ടാക്കുന്നു, ഒരു കഥ, ഒരു ബീജം ഉണ്ടാക്കുന്നു, അത് നമ്മൾ ഒരാളോട് പറയുന്നു, അത് കഴിഞ്ഞിട്ട് ആ കഥയുടെ മുകളിൽ നിന്ന് അടയിരിക്കുന്നു, നമ്മുടെ ചില സുഹൃത്തുക്കളോട് പറയുന്നു, അത് കഴിഞ്ഞ് ഒരു സംവിധായകനോട് പറയുന്നു, അയാളും അതിന്റെ ഭാഗമാകുന്നു, വേറൊരു പ്രൊഡ്യൂസറോട് പറയുന്നു, അയാളും അതിന്റെ ഭാഗമാകുന്നു, ഒരു ആക്ടറോട് പറയുന്നു, അയാളും അതിന്റെ ഭാഗമാകുന്നു, പിന്നെ ആർട്ടിസ്റ്റുകളോട് പറയുന്നു. ഇങ്ങനെ വന്ന് നൂറുകണക്കിന് ആൾക്കാർ അതിന്റെ ഭാഗമാകുമ്പോൾ ഷാജി തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരു സിനിമ സക്സസ് ആകുമ്പോൾ ആ സിനിമ മാത്രമല്ല, 100 കോടി രൂപ ആ സിനിമയ്ക്ക് ശേഖരിക്കപ്പെടുന്ന ആ 100 കോടി രൂപ മാത്രമല്ല, അതിലേക്ക് വരുന്ന വണ്ടി കയറി, കാറെടുത്ത്, ഇന്ധനമടിച്ച്, ഭക്ഷണം കഴിച്ച്, മാളുകളിൽ താമസിച്ച്, മാളുകളിൽ പോയി അവിടുന്ന് പർച്ചേസ് ചെയ്ത്, അവിടുന്ന് ഹോട്ടലുകളിൽ നിന്ന്, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചും, കുട്ടികൾക്ക് മറ്റ് ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തും, യാത്ര ചെയ്തും, മെട്രോയിൽ കയറിയും, കാറെടുത്തും പോയും, ടിക്കറ്റ് ചാർജുകൾ, ഇതെല്ലാം ബൈ പ്രൊഡക്ട്സുകളാണ്. ഒരു 100 കോടി രൂപ കളക്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് 1000 കോടി രൂപയെങ്കിലും അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻഡയറക്ട് ബിസിനസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ്സ് എ ബിഗ് ഇൻഡസ്ട്രി. അതിനെയാണ് നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലാതെ ഇതിനെ മാത്രം ചേർന്നിട്ടല്ലത്. ഇതുകൂടെ ചേരുമ്പോഴാണ് ശരിക്കും അതുണ്ടാവുന്നത്. അപ്പം ഭാഗ്യാന്വേഷികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഭാഗ്യം എന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല. അതിന്റെ മുകളിൽ ഒരു ചിന്തയിൽ നിന്നും അത് രൂപപ്പെട്ട് അതിന്റെ മുകളിൽ ഒരു ആക്ഷൻ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട്, അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് ഉണ്ടായേ പറ്റൂ. മടി പിടിച്ചിരിക്കലല്ല അവിടെ വേണ്ടത്. പ്രേക്ഷകർക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തയുടെ മുകളിൽ നിങ്ങൾ ഭാഗ്യാന്വേഷിയാണെങ്കിൽ അതിന്റെ മുകളിൽ പ്രോസസ്സ് നടത്തുക, ആ ചിന്തയ്ക്ക് വേണ്ടി അടയിരിക്കുക. അതിൽ പ്രോസസ്സിന്റെ അനന്തര ഫലമാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ രൂപത്തിൽ നിങ്ങളിൽ വന്നു ചേരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആദ്യം പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനായിട്ട് ആദ്യം തന്നെ ചോദിച്ച സംഭവം മാറ്റുകയാണ്. കാരണം വെറുതെ അധ്വാനിക്കാതെ കിട്ടുന്ന ഒന്നാണ് ഭാഗ്യം എന്നാണ് ഇതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതി. ഇപ്പം ഈ സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കഠിനാധ്വാനം അല്ലെ പ്രയത്നത്തിന്റെ അവസാനം കിട്ടുന്ന സക്സസ് ആണ്. നമ്മൾ ചുറ്റും കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെയും സക്സസ് എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ടല്ല എന്ന് ഓർക്കണം. വെറുതെ കഠിനാധ്വാനം ഇല്ലാത്തതുകൊണ്ടല്ല ഭാഗ്യം വരുന്നത്. അതെ, അവരൊക്കെ നമ്മൾ പറയും അവൻ ഭയങ്കര ഭാഗ്യവാനല്ല, അവൻ എന്തോ ലക്ക് കൊണ്ട് കിട്ടിയതാ. അങ്ങനെയല്ല, ഒരു ലക്കും വെറുതെ കിട്ടുന്നതല്ല, ഒന്നുമല്ല. അല്ലെ, അതിന്റെ പുറകിലൊരു അധ്വാനം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും ഈ ഒരു ടോക്കിൽ നിന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ ഒരു സംഭവം അതാണ്. അത് പ്രേക്ഷകർക്കും അതേപറ്റി ഒരു ചിന്ത ഉണ്ടാവാൻ ഈ എപ്പിസോഡ് ഉപകരിക്കട്ടെ. ദിസ് വീഡിയോ അടുത്ത എപ്പിസോഡ് നമുക്ക് ഈ ലോട്ടറി അടിക്കുന്നവരെ കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡ് തൽക്കാലം അവസാനിപ്പിക്കാം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. റോബിൻ ചേട്ടാ, നന്ദി. താങ്ക് യു.